അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം. ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ തിരുത്തിയതാണ് സമസ്ത. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നത്? അല്ല, അത് അങ്ങനെ പറയാനുള്ള അധികാരം അവർക്കുണ്ട്. കാരണം ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ അംഗമാണ്. അതെ. മുസ്ലിം ലീഗിൽ സാധാരണ സ്ത്രീകളെ നിയമസഭയിലേക്ക് അയക്കാറില്ല. ആദ്യമായിട്ട് ഇതിനകത്തിനൊന്ന് അയച്ചു നോക്കിയതാ. അങ്ങനെ അയച്ചു നോക്കിയവർക്ക് ചില ഫത്തുകൾ ഇവരെ സംബന്ധിച്ചുണ്ട്, ലീഗിനെ സംബന്ധിച്ചുണ്ട്. ആ ഫത്തുകളിലൊന്നാണ് സമസ്തയാണ് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. സമസ്ത എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്നുള്ളതാണ് സങ്കല്പമുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും സ്ത്രീകൾ സ്റ്റേജിൽ കയറാൻ പാടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഫാത്തിമ തഹ്ലി എങ്ങനെ സ്റ്റേജിൽ കയറുക? അവർക്ക് സ്റ്റേജിൽ സമ്മാനം കൊടുക്കാൻ പറ്റുമോ? ഒരു സമ്മാനം മേടിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പോലും തെറ്റാണ്. അവർ ഏത് നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ഈശ്വരനാമത്തിലാണ്. ഈശ്വരനാമത്തിൽ നിന്ന് സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ തികച്ചും അനിസ്ലാമികമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫാത്തിമ തെഹ്ലിയ വളരെ വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിനകത്ത് സമസ്തയ്ക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവും. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആദ്യകാലത്തെ ആളുകൾ അവർക്കിതൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ചില നയങ്ങൾ അവർ സംബന്ധിച്ചുണ്ട്. 1945 അന്നത്തെ ലീഗിൻ്റെ അധ്യക്ഷനുണ്ട്. അയാളുടെ പേര് സീതി സാഹിബ് നിന്നും കണ്ടായ അയാൾ ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. പാകിസ്ഥാൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇന്ത്യ വിഭജനം വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്നായിരിക്കുന്ന ഇന്ത്യയിൽ ഹിന്ദുക്കളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ഹിന്ദു ഭരണമായിരിക്കും. ഈ ഹിന്ദുക്കളുടെ ഭരണത്തെ അംഗീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമല്ലെന്ന് പറഞ്ഞത് സീതി സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പ്രസിഡന്റാണ്. പിൽക്കാലത്ത് 1960 അയാളെ തൊപ്പി ഊരിച്ചിട്ട് അയാളെ ലീഗിൻ്റെ കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കറാക്കി, പട്ടനാടുള്ള മന്ത്രിസഭയിൽ. കാരണം ഈ ലീഗുകാരൊക്കെ തൊപ്പി വെച്ചുണ്ടാവുക. എല്ലാവരും അതെ. നമ്മുടെ ഇയാളത് കുഞ്ഞാലിക്കുട്ടി എങ്ങനെയാണ് പോയിരുന്നത്, മുനീർ അങ്ങനെയാണ് പോയിരുന്നത്, അവാഖാദർകുട്ടി നഹ എങ്ങനെയാണ് പോയത്, CH മുഹമ്മദ് ഖായ എങ്ങനെയാണ്, ഇവരൊക്കെ തൊപ്പിയും കൂടി തലയിൽ വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഈ തവണയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് തൊപ്പി ഊരിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഈ വർഷമാണ്. ഇതൊക്കെ മുസ്ലിമിന് വിരുദ്ധമാണ്. മുസ്ലിമിന് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ തസ്ലീമ, ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ, ഞാൻ മനസ്സിലാക്കുന്ന ലീഗിന്റെ ആശയപ്രകാരം 4 or 5 അവരുടെ ഭർത്താവ് 3 or 4 കല്യാണം കഴിക്കേണ്ടതാ. എന്താ ഫഹനാസ് കണ്ട അതിന്റെ പേര്. അയാൾ 4 കല്യാണം കഴിച്ചത് 4 or 5 ഒന്നൊക്കെ ആയിട്ട് ഈ പെങ്കൊച്ചു മാറേണ്ടതാണ്. അതിന് പകരമായിട്ട് LLBക്ക് പഠിക്കാൻ പോവുക, തോന്നിയ ദിവസം കാണിക്കുക, അത് കഴിഞ്ഞിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുക, അതിൽ ജയിക്കുക, അതിനുശേഷം ഇതുപോലെ ഇതിൽ റെസ്റ്റോറൻറ്റിൽ പോവുക, അവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക, അതിന് നിലവിളക്ക് കൊടുത്തുക. ഇതൊക്കെ അനിസ്ലാമികമാണ്. കൃത്യമായിട്ട് ഇസ്ലാമികം എന്ന് പറയുന്നത് സ്ത്രീകൾ പുറത്ത് സഞ്ചരിക്കാൻ പാടില്ല, സ്ത്രീകൾ പർദ്ദ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇവരെന്താ പർദ്ദ ഉപയോഗിക്കാത്തത്? അല്ലെങ്കിൽ ഇവർ 2 തരത്തിൽ ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഞാൻ ഇസ്ലാം അല്ല എന്ന് ഇവർ പറയണം, അല്ലെങ്കിൽ ഇവർ നിയമസഭാ അംഗത്തിന് രാജിവെക്കണം. ഈ രണ്ടും കൂടി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. കാരണം മുസ്ലിമിനെ സംബന്ധിച്ച് ഇതെല്ലാം ഇവർക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ കേന്ദ്രത്തിൽ മുത്തലാഖിന് നിയമം കൊണ്ടുവന്നല്ലോ. 4 കല്യാണം കഴിക്കാൻ പാടില്ല. 4 കല്യാണം കഴിച്ച ആളില് ഇഷ്ടംപോലെ തലാഖ് ചൊല്ലാൻ വേണ്ടി പാടില്ല. സാധാരണ പഴയ കാലത്ത് അങ്ങനെയല്ല. തലാഖ് 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 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പഴയ ബാഫിക്കത്തങ്ങളെ കണ്ട ലീഗിന്റെ പ്രസിഡന്റ്, അയാൾ തന്നെ 3 കല്യാണം കഴിച്ചതാ. ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് എത്ര കല്യാണം കഴിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം തലാഖ് എന്നുള്ളത് ഇയാളങ്ങോട്ട് ടെലിഫോണിൽ പറഞ്ഞാൽ മതി 3 പ്രാവശ്യം തലാഖ് 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 എന്ന് പറഞ്ഞാൽ അതോടെ പെങ്കൊച്ചിന്റെ കാര്യം കട്ടപ്പോകാം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ. അതിന് വിശ്വസിക്കുന്നവരാണ് ഈ സമസ്തയ്ക്ക് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പോലെ സമസ്ത നേരത്തെ പഴയ കാലത്തും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവർ തട്ടോട്ട് ജീവിക്കണം, തട്ടുവിടാതെ കൊണ്ട് ജീവിക്കാൻ പാടില്ല. ഈ പർദ്ദ വേണമെന്നുള്ളത് സാധാരണ ഏത് സ്ത്രീ വിചാരിച്ചിട്ടാ പർദ്ദ ധരിക്കുക? ഒരു സ്ത്രീക്ക് പർദ്ദ ധരിക്കാൻ ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ല. ഏത് സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും വസ്ത്രധാരണത്തില് തനതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തൻ്റെ ജീവിതശൈലിയാണ് താല്പര്യമുള്ളത്. എൻ്റെ മുഖം കാണണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? എൻ്റെ താല്പര്യം എൻ്റെ മുഖം കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണുന്നതിന് താല്പര്യം ഉണ്ടാവുക? ആരതിക്ക്? അതെ, അങ്ങനെയാണ് താല്പര്യം ഉണ്ടാവുക. മറിച്ച് മുഖം മറച്ചുകൊണ്ട് മുഴുവൻ വസ്ത്രം ശരീരത്തിന്റെ ഒരു ഭാഗം കാണിക്കാതെ കണ്ട് ആരുമായിട്ട് കാണുന്ന സമയത്ത് എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് മാത്രമുള്ള ഒരു ജീവിയായിട്ട്, അതിന് പഴയകാലത്തൊരു കമന്റ് മലപ്പുറം ജില്ലയിലൊക്കെ പറയാറുണ്ട്, പട്ടണത്തിൽ ഭൂതം എന്ന് അവരെ വിളിക്കുക. ഈ പട്ടണത്തിൽ ഭൂതമായിട്ട് സ്ത്രീകളെ കൊണ്ടു നടക്കുന്ന രീതി ഒരിക്കലും സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നതല്ല.
അങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ട് നിർബന്ധിതമായിട്ട് പർദ്ദ ധരിപ്പിച്ചത് ഇസ്ലാമിക തീവ്രവാദികളാണ്. ആ തീവ്രവാദികളും ലീഗും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരേ അവന് സമസ്തയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഈ സമസ്ത ഏതെങ്കിലും തീവ്രവാദ കാര്യങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ വർഷം. എന്തായിരുന്നു സമസ്തയുടെ നിലപാട്? സമസ്ത ഒന്ന് വ്യക്തമാക്കട്ടെ. സമസ്ത പഹൽഗാമില് ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ ആക്രമണത്തിനെതിരായിരുന്നു? ആയിരുന്നില്ലല്ലോ. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. അതിനകത്ത് എന്തായിരുന്നു സമസ്തയുടെ നിലപാട്? സമസ്ത എതിർത്തിരുന്നോ? അതേപോലെ തന്നെ മുംബൈയില് താജിന്റെ ഹോട്ടലിന് നേരെ ആക്രമണം നടന്നു, നിരവധി ആളുകൾ മരിച്ചുപോയി. എന്തായിരുന്നു സമസ്തയുടെ നിലപാട്? സമസ്തനെതിരായിരുന്നോ? ആയിരുന്നില്ലല്ലോ. ഇന്ത്യ വിഭജനം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അതാണല്ലോ. ഭാരതവും പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു, ബംഗ്ലാദേശായിട്ട് വിഭജിക്കപ്പെട്ടു. എന്തായിരുന്നു സമസ്തയുടെ നിലപാട്? അവരിന്ന് വ്യക്തമാക്കട്ടെ. സമസ്ത അന്ന് പറഞ്ഞതും ഞങ്ങൾ വിഭജനത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ വിഭജനത്തെ ഒരിക്കലും സമസ്ത എതിർത്തിട്ടില്ല. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ പറയുന്നത് പലപ്പോഴും ഞങ്ങൾ ദേശീയതയ്ക്കെതിരാണെന്നാണ് പറയുക. ദേശീയതയ്ക്കെതിരാണ്. അവര് ഒരു ആഗോള ഇന്റർനാഷണൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. ആ ഇന്റർനാഷണൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ആരുണ്ടാവുക? അതിനകത്ത് ബിൻലാദന്റെ കൂട്ടത്തിലാണ്, ബിൻലാദന്റെ പങ്കാളികളാണ് ഇവര്. അല്ലെങ്കിൽ മറ്റുള്ള തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ ആളുകൾ പങ്കാളികളാണ്. മുഹമ്മദ് അലി ജിന്നയുടെ പങ്കാളികളാണ്. ലിയാഖത്ത് ഖാന്റെ പങ്കാളികളാണ്. അതേപോലെ തന്നെ സക്കീർ നായിക്കിന്റെ പങ്കാളിയാണ്. ഇങ്ങനെ പങ്കാളികളാകുന്ന ഒരാളെ സംബന്ധിച്ചും ഒരിക്കലും സാധാരണ മുസ്ലിമിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ സാധ്യമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട്. അതെങ്ങനെ സഞ്ചരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ആഹാരം കഴിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് വ്യക്തികളല്ല ഇസ്ലാമിക തീവ്രവാദത്തിൽ തീരുമാനിക്കുക. ആ തീരുമാനിക്കാനുള്ള പൂർണ്ണമായുള്ള അധികാരം അത് മതത്തിനാണ് അധികാരം. ഈ മതം അതിരുവിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന സമയത്താണ് ഈ പറയുന്ന ഫാത്തിമ തസ്ലിമമാർക്കെല്ലാം തഹ്ലിയമാർക്കെല്ലാം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അവർക്കത് അനുസരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അന്തസ്സോടുകൂടി അവർ ചെയ്യേണ്ടത് അവർ ലീഗിൽ അംഗത്വം രാജിവെക്കണം, അവർ നിയമസഭാ അംഗത്വം രാജിവെക്കണം. അത് രാജിവെക്കാൻ ഇവർ തയ്യാറുണ്ടോ? ഇവർ തയ്യാറാവില്ല. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ളത് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന നിലനിലക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സമസ്ത പറയും, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയാം, അതുകൊണ്ട് നീ അനുസരിക്കുക എന്ന് പറയും. അങ്ങനെ ഫാത്തിമയോട് പറഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. സമസ്ത നൽകിയ ബോണസ് ആണ് ഫാത്തിമ തഹ്ലിയ നമുക്ക് പറയാൻ പറ്റുമോ? അതും വേണം. കാരണം ബോണസ് വെച്ചിട്ട് ഈ സമസ്ത ഒന്നും നൽകിയിട്ടില്ല അതിനകത്ത്. സമസ്തയെ സംബന്ധിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെ കൂട്ടുപിടിക്കുന്ന പ്രവർത്തനം തന്നെയാണ് ഈ പറയുന്ന സമസ്തകളൊക്കെ ചെയ്യുന്നത്. ഫാത്തിമ തഹ്ലിയ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് മാത്രം ഈ നിലവിളക്ക് കൊളുത്തുക അല്ല, അത് തുടക്കം മാത്രമാണ്. ആദ്യം നിലവിളക്ക് കൊളുത്തരെന്ന് പറയും, അതിനുശേഷം പറയും നീ പർദ്ദ ഉപയോഗിക്കണം എന്ന് പറയും, അത് കഴിഞ്ഞ് നീ മുത്തലാഖിനെ അംഗീകരിക്കണം എന്ന് പറയും. അപ്പൊ ഇവരുടെ ഭർത്താവ് ഒന്നിക്കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരും, അതൊക്കെ ഇയാൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അവർ കൊണ്ടുവരും. ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അല്ലെങ്കിൽ സമസ്തയുടെ മീറ്റിങ്ങുകൾക്ക് പോയിട്ട് സമസ്ത മഹത്തരമാണെന്ന് പറയുന്ന പണി ഈ പറയുന്ന ഫാത്തിമ തസ്ലിയ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.